ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളൊരു ബൈബിൾ വാക്യമൊക്കെ പഠിച്ചായിരുന്നു. എന്തായിരുന്നു അത്? എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ. എല്ലാവർക്കും സന്തോഷമാണല്ലേ? ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. 1-ാം പാഠം എല്ലാവരും വായിച്ചോ? ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തോ? നോട്ട്ബുക്കിൽ ചോദ്യോത്തരങ്ങൾ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ? ഇനിയും കുറച്ച് പേരും കൂടിയുണ്ട്. മക്കളെ, ഈ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം. കാരണം നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ? ദൈവത്തിൻ്റെ മക്കളെ ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നല്ല ഉത്സാഹമുള്ളവരായിരിക്കണം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാം എടുത്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. പുസ്തകം, ബുക്കൊക്കെ, ബൈബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്നാൽ എൻ്റെ കുഞ്ഞു മക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കൈകളൊക്കെ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഓക്കെ, എല്ലാ മക്കളും അവിടെ ഇരുന്നോ. 1-ാം പാഠം ജീവൻ നൽകുന്ന ദൈവം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2-ാം പാഠമാണ്. 2-ാം പാഠം ആരെങ്കിലും കണ്ടായിരുന്നോ? ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ. 1-ാം പാഠത്തിൽ നമ്മൾ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. ആരൊക്കെയായിരുന്നു? ആദവും ഹവ്വായും. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ. അവരെവിടെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്? ഏദേൻ തോട്ടം അല്ലെങ്കിൽ പറുദീസായിലും. വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർ ആരുടെ കൂടെയാണ് താമസിച്ചു കൊണ്ടിരുന്നത്? ദൈവത്തിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ കൂടെ കഴിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. അങ്ങനെ അവർ സന്തോഷത്തോട് ജീവിച്ചിരിക്കുമ്പോൾ പിന്നീട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് നമുക്ക് കാണണ്ടേ? ഇനി വരുന്ന വീഡിയോ ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കണം. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഞാനിത് എവിടെയാണ്? താങ്കൾ ആരാണ്? നീ എന്റെ തോട്ടത്തിലാണ്, ഏദൻ തോട്ടത്തിൽ. ഞാൻ നിന്റെ സൃഷ്ടാവും ദൈവവുമാകുന്നു. ജീവിതകാലം മുഴുവനും നിനക്ക് ഈ തോട്ടത്തിൽ ജീവിക്കാം. ഞാൻ സൃഷ്ടിച്ച പ്രകൃതിയിലെ എല്ലാ മനോഹാരിതയും നിനക്ക് അനുഭവിക്കാം. അവയെ നീ സംരക്ഷിക്കണം. നല്ല കാര്യം. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നത്. നിന്നെ ഞാൻ എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഭൂമിയിലെ എല്ലാ സൃഷ്ടികളുടെയും മേൽ നിനക്ക് അധികാരമുണ്ടായിരിക്കും. നീയാണ് എല്ലാറ്റിൻ്റെയും യജമാനൻ. അവയെ നീ പരിപാലിക്കും. ഇതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ തീരുമാനവും. എനിക്ക് വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും തരാമോ? എൻ്റെ തോട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പൂക്കളും ചെടികളും സ്വാദേറിയ വിവിധ തരം പഴങ്ങളുമുണ്ട്. ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും കനികൾ നിനക്ക് ഭക്ഷിക്കാം. പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കനികൾ മാത്രം നീ ഭക്ഷിക്കരുത്. കാരണം അത് അറിവിന്റെ വൃക്ഷമാണ്. ആ കനി നീ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. എല്ലാവരും വീഡിയോ കണ്ടോ? അവിടെ ഏദേൻ തോട്ടം ഏൽപ്പിക്കുന്നത് ആരെയാണ്? ദൈവം ആദത്തെ. എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായിട്ട്. അപ്പോൾ ഒരു കൽപ്പന കൊടുത്തു. എല്ലാവരും ശ്രദ്ധിച്ചോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ അത് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. എന്താണ് ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ കൽപ്പന? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത്. തിന്നാൽ എന്ത് സംഭവിക്കും? മരിക്കും. അവരത് കഴിച്ചോ? നമുക്ക് തുടർന്നുള്ള വീഡിയോ ഭാഗം കൂടെ ശ്രദ്ധിച്ചാലോ? ഒരു ദിവസം ആദാം തോട്ടം പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർപ്പം ഹവ്വയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ഹവ്വേ, പറയൂ, താങ്കൾ ആരാണ്? ഇവിടെ മൃഗങ്ങളൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ഓ, നീയും ആദാമും ഈ തോട്ടത്തിൽ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളുടെയും യജമാനൻ ആദാമാണെന്ന് കരുതിയാണ് അവരാരും സംസാരിക്കാത്തത്. അതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് ഭയമാണ്. ദൈവം മാത്രമേ നിങ്ങളോട് സംസാരിക്കൂ.
ഞങ്ങളെക്കാൾ എല്ലാം ഉപരി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഓ അങ്ങനെയാണോ? താങ്കൾക്ക് പേടിയില്ലേ? ഇല്ല, എനിക്ക് പേടിയില്ല. നീ നല്ലവളും ദയാലുവുമാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ജ്ഞാനവും ബലവും കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ദൈവസാദൃശ്യത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചതെന്തിനാണെന്ന് ഞാൻ കാണുന്നു. ശരി, അത് കൊള്ളാം. താങ്കൾ എന്നോട് എന്ത് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും പറിച്ച് ഭക്ഷിക്കുന്നു. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ കനി മാത്രം ഭക്ഷിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ആദമാണ് എന്നോട് പറഞ്ഞത്. ആ മരത്തിന്റെ പഴം മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടത്രേ. ആ മരത്തിന്റെ പഴം തിന്നാൽ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് സത്യമല്ല. ആ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമർത്ഥരും ബുദ്ധിമാന്മാരുമായി തീരും എന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തെ പോലാകും. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പഴം രുചിയുള്ളതായി തോന്നുന്നു. കൂടാതെ നല്ല വാസനയുമുണ്ട്. അതെ, വാസ്തവമാണ്. കാഴ്ചയ്ക്ക് അതിമനോഹരമായിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ കഴിച്ച എല്ലാ കനികളേക്കാൾ ഇത് കൂടുതൽ രുചികരമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളത് ഭക്ഷിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. പഴം പറിക്കൂ, കഴിച്ചു നോക്കൂ. ഇന്ന് മനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ തോട്ടത്തിൽ ഒരു പുതിയ തരം പഴം കണ്ടു. ഇതിന് ഞാനിടുന്ന പേര് തണ്ണിമത്തൻ എന്നാണ്. അത് കൊള്ളാമല്ലോ. താങ്കൾ പഴങ്ങൾക്കിട്ട പേരുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദം, എന്തുകൊണ്ടാണ് ആ മരത്തിലെ പഴം ദൈവം ഭക്ഷിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞത്? ആ പഴങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ആ പഴങ്ങൾക്ക് നല്ല വാസനയുമുണ്ട്. അതെനിക്കറിയില്ല. പക്ഷെ നമ്മളിത് കഴിച്ചാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞത് നാം അനുസരിക്കണം. അത് സത്യമായിരിക്കില്ല. അഥവാ ആ പഴം വിഷമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് തോട്ടത്തിന് നടുവിൽ നട്ടിരിക്കുന്നത്? നമ്മൾ പറിക്കത്തക്ക വിധത്തിൽ ഇതൊരു കൗശലമായിരിക്കും. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് ഭക്ഷിക്കാൻ തോട്ടത്തിൽ വേറെയും പഴങ്ങളുണ്ടല്ലോ. ദൈവം നമുക്ക് താക്കീത് നൽകിയതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടായിരിക്കും. നാം അതിൽ നിന്ന് അകന്നിരിക്കണം. ശരി, പക്ഷെ ഒരു കഷ്ണം കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതിന്റെ രുചി അറിയാൻ എനിക്ക് കൊതിയായി. ദൈവം അത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഹൗവ കൈയേന്തി അറിവിന്റെ വൃക്ഷത്തിന്റെ കനി പറിച്ചെടുത്തു. അവൾ അതിന്റെ മനോഹാരിത ആസ്വദിച്ചു. പിന്നീട് ആദത്തിനെ നോക്കി ഒരു കഷ്ണം കടിച്ചു. അതിനുശേഷം കനി ആദത്തിന് നീട്ടി അവനോടും കഴിക്കാൻ പറഞ്ഞു. ആദാമും ഒരു കഷ്ണം കടിച്ചു. അവൻ ഹൗവയെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും ചേർന്ന് ആ കനി ഭക്ഷിച്ചു തീർത്തു. തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആദാമും ഹൗവയും ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവരുണർന്നപ്പോൾ ഭയപ്പെട്ടു. അവർക്ക് കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെട്ടു. അവർ കുറ്റിച്ചെടികളുടെ പുറകിൽ ഒളിച്ചു. എന്താണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്? ഹൗവ പഴങ്ങൾ ശേഖരിക്കുവാനായി തോട്ടത്തിലൂടെ നടക്കുന്നു. അപ്പോൾ തോട്ടത്തിന്റെ ഒത്ത നടുക്കെത്തിയപ്പോൾ ആ വൃക്ഷത്തിൽ നിന്നും ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരായിരുന്നു അത്? സർപ്പം, സൂത്രശാലിയായ സർപ്പം. ആരാണ് സർപ്പത്തിന്റെ രൂപത്തിൽ അവിടെ വന്നത്? സാത്താൻ. സാത്താനും ഹൗവായും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു. അവസാനം എന്താ സംഭവിച്ചത്? നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ? എന്താ കണ്ടത്? ആ പഴം ഹൗവ കഴിച്ചു. ആരാണ് പ്രേരിപ്പിച്ചത് അവരെ? സാത്താൻ പ്രേരിപ്പിച്ചു. ഹൗവ ആദത്തിനും കൊണ്ടുകൊടുത്തു. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദൈവം ഒരേ ഒരു കാര്യമാണ് അവരോട് പറഞ്ഞത്. ഒരേ ഒരു കൽപ്പന മാത്രമേ കൊടുത്തുള്ളൂ. അവരത് കേട്ടോ? ഇല്ല, അവരത് നിരസിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന അവർ നിരസിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചപ്പോൾ അവർ പാപം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുന്നതാണ് പാപം. അന്നും സാധാരണ പോലെ വൈകുന്നേരമായപ്പോൾ ദൈവം ഏതേൻ തോട്ടത്തിലെത്തി. അപ്പോൾ സാധാരണ പോലെ അന്ന് അവർക്ക് ഓടി വരാൻ കഴിയുമോ? സന്തോഷത്തോടെയാണ് അവർ വരിക. അന്ന് അവർക്ക് വരാൻ സാധിച്ചില്ല. അവർ പോയി മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമുണ്ടായി. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയമുണ്ടായി. അതുവരെ വസ്ത്രമില്ലാതിരുന്ന അവർക്ക് അന്നു മുതൽ നാണം അനുഭവപ്പെട്ടു തുടങ്ങി. അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി.
കണ്ടോ? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് വന്ന മാറ്റങ്ങൾ കണ്ടോ? ഭയമുണ്ടായി, നാണമുണ്ടായി, അവർ ദൈവത്തിൽ നിന്നും അകന്നു. ദൈവം തോട്ടത്തിലെത്തി ആദത്തെ വിളിക്കുകയാണ്, ആദം നീ എവിടെയാണ്? അപ്പോൾ ആദം മറുപടി പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവമേ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. നോക്കിക്കേ മക്കളെ, എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എപ്പോഴാണ്? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് പഠിച്ചാലോ? കുഞ്ഞുമക്കൾ പുസ്തകമുള്ളവർ പുസ്തകം കയ്യിലെടുക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ച് ടീച്ചറിൻ്റെ ഒപ്പം പാടിയാൽ മതി കേട്ടോ. ആദത്തെ സൃഷ്ടിച്ചു നല്ല ദൈവം, പറുദീസ തീർത്തതിൽ പാർപ്പിച്ചല്ലോ. ദൈവത്തിൻ കൽപ്പന ലംഘിച്ചാദം സാത്താൻ്റെ വാക്കുകൾ കേട്ടുപോയി. ദൈവസഹവാസം നഷ്ടമായി, ശാന്തി സന്തോഷങ്ങൾ പോയി മറഞ്ഞു. ദൈവത്തെ സ്നേഹിച്ചനുസരിച്ചാൽ സ്വർഗീയ സന്തോഷം സ്വന്തമാക്കാം. ദൈവത്തെ സ്നേഹിച്ചനുസരിച്ചാൽ സ്വർഗീയ സന്തോഷം സ്വന്തമാക്കാം. നിങ്ങളും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേ? അറിയാതെ ആണെങ്കിൽ പോലും നുണ പറഞ്ഞിട്ടുണ്ടാവാം, മാതാപിതാക്കളെ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം, പ്രാർത്ഥിക്കാൻ മടി തോന്നിയിട്ടുണ്ടാവാം. അപ്പോഴൊക്കെ ആ ദൈവത്തിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സ്നേഹിക്കാനുള്ള കഴിവും നമുക്കാ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിച്ചാൽ ദൈവത്തിന് എത്രമാത്രം വേദനയുണ്ടാകും. കുഞ്ഞുമക്കൾ എപ്പോഴും പാലിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. നമുക്ക് ഒരു ബൈബിൾ വാക്യം പഠിച്ചാലോ? കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. നിങ്ങളുടെ പിഞ്ച് കരങ്ങൾ ആ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാമോ? എന്നിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. 119-ാം സങ്കീർത്തനം 31-ാം വാക്യം. 119-ാം സങ്കീർത്തനം 31-ാം വാക്യം. ഇങ്ങനെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കും. നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖമൊക്കെ നിങ്ങൾ മറന്നുപോയോ? ഒത്തിരി നാളുകളായി നിങ്ങൾ അവരെ കണ്ടിട്ടല്ലേ? ചില കൂട്ടുകാരുടെ മുഖങ്ങൾ എപ്പോഴും സന്തോഷമാണ്, ദൈവീക ചൈതന്യത്താൽ അവർ നിറഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ്? അവരെപ്പോഴും പ്രാർത്ഥിക്കും. ഉറക്കൊന്നുമല്ല, ഈശോയെ ഈശോയെ എന്നൊന്ന് മനസ്സിൽ വിളിച്ചാൽ മതി. നിങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ട് ദൈവം അത് കേൾക്കും. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രിയ കുഞ്ഞുമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നേ. പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും പ്രാർത്ഥനയോടെ തുടങ്ങിക്ക്. ദൈവം അത് അനുഗ്രഹപ്രദമാകും. ഉറപ്പുള്ള കാര്യമാണത്. കുഞ്ഞുമക്കൾ എഴുന്നേറ്റ് നിന്നോ? ഓക്കെ, എല്ലാവരും ഒന്ന് കൈകൾ കുപ്പിപ്പിടിച്ചേ. എല്ലാവരും ഒന്ന് ഫ്രീ ആയിക്കേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജീവദാതാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കലും സാത്താൻ്റെ ഉപദേശം കേൾക്കാതെ അങ്ങയെ മാത്രം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ കൽപ്പന ഏതായിരുന്നു? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം കഴിക്കരുത്. അവർ കഴിച്ചു അല്ലേ? അപ്പോഴവർ മരച്ചില്ലുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒളിച്ചിരിക്കാൻ കാരണം? അവർ പാപം ചെയ്തുവെന്ന ബോധ്യം അവർക്കുണ്ടായി. അവർക്ക് ഭയം, നാണം തുടങ്ങിയവയുണ്ടായി. അവർ ദൈവത്തിൽ നിന്നും അകന്നു. പാപം എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് പാപം? ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കുന്നതാണ് പാപം. ഈ ദൈവത്തിൻ്റെ കൽപ്പന നിരസിക്കാൻ ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചതാരാ? സാത്താൻ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 16 ഒന്നെടുക്കാമോ? അതിലെ എഴുതാം നിങ്ങൾ തെറ്റ് ചെയ്ത അവസരങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താ? സന്തോഷമാണോ? ഭയമാണോ? ദുഃഖമാണോ? കിട്ടിയല്ലേ? ഉത്തരങ്ങളെല്ലാം അവിടെ എഴുതണം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വചനം അവിടെ എഴുതണം. കൂടാതെ ഒരു പ്രവർത്തനം പറയുന്നുണ്ട്, തരം തിരിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും തരം തിരിച്ചെഴുതുക. കുറേ കാര്യങ്ങളവിടെ പറയുന്നുണ്ട്. അത് 2 കോളം തിരിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് എഴുതണം.
അപ്പോൾ പ്രിയ കുഞ്ഞുമക്കളെ, നമ്മൾ ആരെങ്കിലും ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആരുടെ മക്കളാ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. ദൈവത്തിൻ്റെ മക്കൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നന്മയായിട്ടുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. നന്മയായിട്ടുള്ളതെല്ലാം എവിടുന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്ന്. തിന്മയായിട്ടുള്ളതെല്ലാം സാത്താനിൽ നിന്ന് വരുന്നു. സാത്താൻ നമ്മളെ കണ്ടിട്ട് പേടിച്ചു പോട്ടെ. സാത്താനോട് പറയണം, ദൂരെ പോകാൻ പറയണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നത്. എല്ലാവർക്കും ഉറക്കെ പറയാമോ? ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.